എന്നാൽ യജമാനന്മാർക്ക് പൗലോസ് അപ്പോസ്തലൻ കൂടുതൽ ഉത്തരവാദിത്വമാണ് കൊടുക്കുന്നത്. മുഖഭക്ഷണവും ഭീഷണിവാക്കും ഒഴിവാക്കുവാൻ ആവശ്യപ്പെടുന്നു. നീതിയുള്ള ന്യായാധിപതിയായ ദൈവമെന്ന യജമാനന് മുഖപക്ഷം ഇല്ലെന്ന് മാത്രമല്ല, ഭീഷണിക്ക് പകരം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവനുമാണ്. നിഷ്പക്ഷതയും സ്നേഹത്തിൽ നിന്നുള്ള കരുതലും തങ്ങളുടെ വേലക്കാർക്ക് കാട്ടിക്കൊടുക്കുന്ന ഭൗമിക യജമാനൻ സ്വർഗീയ യജമാനനായ ക്രിസ്തുവിൻ്റെ പ്രതീകമായി തീരണം. ജോലിക്കാരൻ തൻ്റെ മേലധികാരിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി വേല ചെയ്യണം. എഫേസ്യ ലേഖനം 6:5-8 വരെയുള്ള തിരുവചനങ്ങൾ. അവരെ ഭരിക്കുന്നവരും ദൈവസന്നിധിയിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന ബോധ്യത്തോട് തൊഴിലാളികളെ സ്നേഹിക്കുകയും അവർക്ക് നീതി പാലിച്ചു കൊടുക്കുകയും വേണം. വേലക്കാരൻ്റെ കൂലി താമസിപ്പിക്കരുത്. എല്ലാ മാനേജന്മാരെയും ഭരിക്കുന്ന മാനേജറാണ് ക്രിസ്തു എന്ന യഥാർത്ഥ യജമാനനെന്ന് മറന്നു പോകരുത്. എഫേസ്യ ലേഖനം 6:9. ക്രിസ്തുവും ദാസനും യജമാനനും അടങ്ങിയ ഈ ത്രിവിധ ബന്ധങ്ങളെ ദൈവഹിതമനുസരിച്ച് കരുപ്പിടിപ്പിക്കുന്നവരാകണം ക്രിസ്ത്യാനികൾ. അപ്പോൾ മാത്രമാണ് നമ്മുടെ സ്വർഗരാജ്യ ജീവിതം നിത്യതയിലേക്കുള്ള കറകളഞ്ഞ യാത്രയായി തീരുകയുള്ളൂ. ജഡപ്രകാരമുള്ള യജമാനൻ എന്ന ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാകുന്ന ആത്മീയ യജമാനിൽ നിന്നും വേർതിരിച്ച് കാണിക്കുവാനാണ്. അടിമകളും ദാസന്മാരും യജമാനന്മാരെ പോലെ തന്നെ സഭയുടെ അംഗങ്ങളായി തീർന്നപ്പോൾ 1-ാം നൂറ്റാണ്ടിൻ്റെ സാഹചര്യത്തിൽ സഭയിൽ പ്രശ്നങ്ങളുണ്ടായി. ക്രിസ്തുവിൽ ദാസനും സ്വതന്ത്രനുമെന്ന വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നാകുന്നു എന്ന ഗലാത്യലേഖനം 3:28 ഈ പൗലോസ് അപ്പോസ്തലൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം സഭയ്ക്ക് സാമൂഹ്യ രംഗത്ത് വളരെ പ്രശ്നങ്ങൾ വരുത്തിവെച്ചു. എന്നാൽ ക്രിസ്തുവിനോടെന്ന പോലെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിലും ഭക്തിയോടും അടിമകൾ യജമാനന്മാരോട് വർദ്ധിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുസരണക്കേടിനായി ദുരുപയോഗപ്പെടുത്തണമെന്ന ധ്വനിയല്ല, ദൈവിക സ്നേഹത്തിൽ നിന്നുയരുന്ന കടപ്പാടുകൾ അഭംഗുരം നിറവേറ്റുന്നതിനാണ് ആവശ്യപ്പെടുന്നത്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണല്ലോ. 1 കൊരിന്ത്യർ 2:3, 2 കൊരിന്ത്യർ 7:15, ഫിലിപ്പിയർ 2:12. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നുമുണ്ടല്ലോ. വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വച്ചാൽ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തുമെന്നോർക്കുക. അതുകൊണ്ട് യജമാനന്മാരെ, ഭർത്താക്കന്മാരെ, അമ്മായിമ്മമാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ദാസന്മാരോട്, ഭാര്യമാരോട്, മരുമക്കളോട് പെരുമാറുകയും ഭീഷണി വാക്കൊഴിവാക്കുകയും ചെയ്യുവിൻ. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.